Divisional Accountant Officer Important Question Part 6 Trading and Profit and Loss Account and Balance Sheet അതിലെ അഡ്ജസ്റ്റിംഗ് എൻട്രീസ്, ഓപ്പണിംഗ് എൻട്രീസ്, ക്ലോസിംഗ് എൻട്രീസ് എന്നുള്ള പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 92. ഡിസ്ക്രൈബ് ദ നീഡ്സ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വൈൽ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ നീഡുകളെ പറ്റിയാണ് പറയുന്നത്. For preparation of financial statement, it is necessary that all the adjusting arising out of the accrual basis of accounting are made at the end of the accounting period. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത് എല്ലാ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിലും ആ ഫേമിൽ ഉണ്ടാകുന്ന എല്ലാ അക്രൂവൽ ബേസിസിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സുകളും അവിടെ എന്ത് ചെയ്യണം, ആ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നെ ട്രീറ്റ് ചെയ്യണം, ആ ഇയറിൽ തന്നെ ട്രീറ്റ് ചെയ്യണം. അതായത് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് നെസസറി, അത് നെസസറിയാണ്. ദാറ്റ് ഓൾ ദ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അതായത് ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ട്രേഡിങ്ങിലും വരാത്ത എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ ഉണ്ടെങ്കിൽ അത് ആ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അക്രൂവൽ ബേസിസിൽ ട്രീറ്റ് ചെയ്യണം. അപ്പം നമുക്കിവിടെ എന്താണ് അക്രൂവൽ ബേസിസ് എന്ന് നോക്കണം. അപ്പം നമുക്കറിയാം നമ്മുടെ അക്കൗണ്ടിങ്ങുകളെല്ലാം ചെയ്യുന്നത് ഇപ്പം എന്താണ് അക്രൂവൽ ബേസിസിലും. ഇപ്പോൾ രണ്ട് ബേസിലാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അക്രൂവൽ ബേസിസും ഉണ്ട്, ക്യാഷ് ബേസിസും ഉണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ അവർ ഫോളോ ചെയ്യുന്നത് അവർ ക്യാഷ് ബേസിസിൽ മാത്രമേ അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുന്നുള്ളൂ. വേറൊരു ഫേം അവരെന്താണ് അക്രൂവൽ ബേസിസിൽ മാത്രമേ അക്കൗണ്ടുകൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഫോളോ ചെയ്യുന്നുള്ളൂ. നമുക്ക് ഈ രണ്ട് ബേസിസാണ് മെയിനായിട്ട് അക്കൗണ്ടിങ്ങിലുള്ളത്. ഏതൊക്കെയാണ്? ക്യാഷ് ബേസിസും അക്രൂവൽ ബേസിസും. അപ്പം നമുക്ക് ക്യാഷ് ബേസിസ് എന്താണെന്ന് നോക്കാം. ക്യാഷ് കിട്ടിയാൽ മാത്രം ക്യാഷ് കിട്ടണം, അവിടെ എന്തെങ്കിലും ഒരു ക്യാഷ് ഉണ്ടായിരിക്കണം, ഇൻകം വരണം, ഇൻകം പോകണം. അതായത് നമുക്ക് കിട്ടാനുണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ എടുക്കുന്നില്ല. ഇപ്പോൾ സാലറി ക്യാഷായിട്ട് നമ്മൾ കൊടുത്തു, ഇപ്പോൾ ഒരു ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്തെടുക്കില്ല, അത് നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും ക്യാഷ് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് വന്നിട്ടുണ്ടോ, ആൻറ്റിസിപ്പേഷൻ ഒന്നുമില്ല. ജസ്റ്റ് ക്യാഷ് നമുക്ക് റിയലായിട്ട് ക്യാഷ് വന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് ക്യാഷ് ബേസിസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു വർഷം 1,20,000 സാലറി കൊടുക്കുന്നുണ്ട് ഒരു എംപ്ലോയിക്ക്. അപ്പം മാർച്ച് മാസം നമ്മൾ സാലറി കൊടുത്തില്ല. അപ്പം നമുക്ക് ആ ഒരു വർഷം ഇപ്പോൾ 1,20,000 ആകുമ്പോൾ ഒരു മാസം 10,000 രൂപയാണല്ലോ സാലറി വരുന്നത്. അപ്പം മാർച്ച് മാസം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വർഷത്തെ ഫിനാൻഷ്യൽ ഇയർ പ്രിപ്പയർ ചെയ്യുമ്പം 1,10,000 രൂപയെ നമ്മൾ കാണിക്കത്തുള്ളൂ. ബാക്കി 10,000 നമ്മൾ കാണിക്കില്ല. മാർച്ചിൽ കൊടുക്കാത്ത സാലറി നമ്മൾ ആ ഫിനാൻഷ്യൽ ഇയറിൽ കാണിക്കില്ല. അപ്പം അങ്ങനെയുള്ള ബേസിസിൽ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടുകളെ പറയുന്നത് ക്യാഷ് ബേസിസ് എന്നാണ്. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ അക്രൂവൽ ബേസിസ് ആണ്. ഇപ്പം എന്താണ് അക്രൂവൽ ബേസിസ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അക്രൂവൽ ബേസിസ് ഈസ് ആൻ അക്കൗണ്ടിങ് മെത്തേഡ് ദാറ്റ് റെക്കോർഡ്സ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് വെൻ ദേ ആർ ഏൺഡ് ഓർ ഇൻകേർഡ്, നോട്ട് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ്. അപ്പോൾ നമുക്ക് അക്രൂവൽ ബേസിസ് എന്താണെന്ന് നോക്കാം. ക്യാഷ് കിട്ടാനുണ്ട്, പക്ഷെ നമുക്ക് ആക്ച്വലി കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഒരു വർഷത്തെ ഫിനാൻഷ്യൽ ഇപ്പോൾ ഒരു നമുക്ക് കമ്മീഷൻ റിസീവ് ചെയ്യുന്നത്, നമ്മൾ ഒരു വർഷം കമ്മീഷനായിട്ട് നമ്മൾ 50,000 രൂപ റിസീവ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചോ. പക്ഷെ മാർച്ച് മാസം നമ്മൾ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്തപ്പം 40,000 രൂപയെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. 10,000 രൂപ ക്യാഷ് കിട്ടാനുണ്ട്, ഇനി കമ്മീഷൻ കിട്ടാനുണ്ട്. നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ട് എഴുതുന്ന സമയത്ത് കമ്മീഷൻ റിസീവ്ഡ് എന്നുള്ളതിൽ 40,000 എഴുതി ബാക്കി കിട്ടാനുള്ളത് ആഡ് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് ആയിട്ടുള്ള 10,000 രൂപയുടെ ആഡ് ചെയ്ത് ഔട്ടർ കോളത്തിൽ 50,000, ടോട്ടൽ 50,000 തന്നെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം അങ്ങനെ കാണിക്കുന്ന, അതായത് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് എന്നുള്ള പാർട്ടും കൂടെ എടുക്കുവാണെങ്കിൽ ആ എടുക്കുന്ന ബേസിസിനെ പറയുന്ന പേരാണ് അക്രൂവൽ ബേസിസ്. അക്രൂവൽ ബേസിസ് ഇൻ അക്കൗണ്ടിങ് മെത്തേഡ് ദാറ്റ് റെക്കോർഡ് റവന്യൂ ഓർ എക്സ്പെൻസസ് വെൻ ദേ ആർ ഏൺഡ് ഓർ ഇൻകേർഡ്, നോട്ട് വെൻ ദ ക്യാഷ് റിസീവ്ഡ് ഓർ പെയ്ഡ്. അപ്പോൾ ക്യാഷ് റിസീവ് ചെയ്യാത്തതോ പെയ്ഡ് ചെയ്യാത്തതായിട്ടുള്ള എമൗണ്ടുകളും അങ്ങനെയുള്ള
ഐറ്റംസും നമ്മൾ എവിടെ എടുക്കുന്നുണ്ട്, അക്രൂവൽ ബേസിസിൽ എടുക്കുന്നുണ്ട്. കാരണം ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് പ്രീപെയ്ഡ് ഉണ്ടാവും, ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു വർഷത്തിൽ തന്നെ കാണിച്ച് പോകുന്ന ബേസിസിനാണ്. കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ആൻറ്റിസിപ്പേഷനായിട്ട് നമ്മൾ കിട്ടിയെന്ന് കരുതി പ്രോബ്ലം, അതായത് ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനെ പറയുന്നതാണ് അക്രൂവൽ ബേസിസ് എന്ന് പറയുന്നത്. നമുക്ക് ആക്ച്വലി കമ്മീഷൻ റിസീവ്ഡ് എത്രയേ കിട്ടിയുള്ളൂ, 40 രൂപയെ കിട്ടിയുള്ളൂ, 40,000 രൂപയെ കിട്ടിയുള്ളൂ. ടോട്ടൽ നമുക്ക് കിട്ടാൻ എത്രയുണ്ട്, 10,000 രൂപയും കൂടെ ഉണ്ട്. 50,000 രൂപയാണ് ടോട്ടൽ കാണിക്കേണ്ടത്. അപ്പം നമ്മൾ അക്രൂവൽ ബേസിസിൽ എഴുതുമ്പം ടോട്ടൽ 50,000 തന്നെ കാണിക്കും. ആ കമ്മീഷൻ റിസീവ്ഡിൻ്റെ കൂടെ എന്ത് ചെയ്യും, ആഡ് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് 10,000 രൂപയുടെ കാണിക്കും. പക്ഷേ ക്യാഷ് ബേസിസിലാണെങ്കിൽ നമ്മൾ എത്രയേ കാണിക്കുകയുള്ളൂ, കിട്ടിയ 40,000 രൂപ മാത്രമേ കാണിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഈ ക്യാഷ് ബേസിസും അക്രൂവൽ ബേസിസും തമ്മിലുള്ള വ്യത്യാസം. അപ്പം നമ്മുടെ അക്കൗണ്ടിങ് ഫേമുകളൊക്കെ മിക്ക ഫേമുകളും ഫോളോ ചെയ്യുന്ന ഏത് ബേസാണ്, അക്രൂവൽ ബേസിസ് ആണ്. നെക്സ്റ്റ് 94 എക്സാമ്പിൾ ഫോർ നീഡ് ഫോർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അപ്പം അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ നീഡ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം താഴെ ഒരു ഇല്ലിസ്ട്രേഷൻ, ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രോബ്ലം പോലെയാണ്. ആൻ എമൗണ്ട് ഓഫ് ₹12,000 പെയ്ഡ് ഓൺ July 1, 2016 ടുവേഴ്സ് ഇൻഷുറൻസ് പ്രീമിയം. അപ്പം 2016 ജൂലൈ 1 ഇൻഷുറൻസ് പ്രീമിയം ആയിട്ട് 1,200 രൂപ നമ്മൾ പേ ചെയ്തു. എനി ജനറൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് യൂഷ്വലി കവർ ഫോർ എ പീരീഡ് ഓഫ് 12 months. അപ്പം 12 മാസത്തേക്കാണ് നമ്മൾ, ഒരു വർഷത്തിലെ 12 മാസത്തേക്കാണ് നമ്മൾ ജനറൽ ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്തത്. സപ്പോസ് ദ അക്കൗണ്ടിങ് ഇയർ എൻഡ് ഓൺ March 31, 2017. അപ്പം 2017 മാർച്ചിൽ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആവുകയാണെങ്കിൽ ഇറ്റ് വുഡ് മീൻസ് ദാറ്റ് 1/4 ഓഫ് ദ ഇൻഷുറൻസ് പ്രീമിയം ഈസ് പെയ്ഡ് ഓൺ July 1, 2016 related to the next accounting year 2017 and 18. Therefore, while preparing the financial statement for 2016-17, the expenses of insurance premium that should be debited to the profit and loss account is ₹900. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു അഡ്ജസ്റ്റിംഗ് എൻട്രിയാണ്. അപ്പം നമ്മൾ ഇൻഷുറൻസ് എമൗണ്ട് ഒരു വർഷത്തേക്കാണ് 1,200 രൂപ പേ ചെയ്തത്. അപ്പം നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആവുന്ന അറിയാം, 31 മാർച്ചിലാണ് എല്ലാ വർഷവും ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആവുന്നത്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ഇതിൽ പറയുന്നത് എന്താണ്, ഇറ്റ് കുഡ് ബി മീൻ ദാറ്റ് 1/4 ഓഫ് ദ ഇൻഷുറൻസ് പ്രീമിയം ഈസ് പെയ്ഡ് ഓൺ July 1, 2016. 2016 ജൂലൈ 1 നമ്മൾ ആ ഇൻഷുറൻസ് എമൗണ്ട്, അതായത് 1,200ൻ്റെ 1/5 എത്ര വരും, 1,200ൻ്റെ 1/5 എത്ര വരും, 300. 300 എന്നുള്ള 300 രൂപ നമ്മൾ ഏതാണ്, July 1, 2016 കൊടുത്തു. അപ്പോൾ ആ July 1, 2016 ഫിനാൻഷ്യൽ ഇയർ എപ്പോഴാണ് എൻഡ് ആവുന്നത്, 31 March 2017 നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നെക്സ്റ്റ് ഇയറിലാണ്, 2017 നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ 2016-17 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എത്രയാണ് അവിടെ കാണിക്കേണ്ടത്, ദ എക്സ്പെൻസസ് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം ദാറ്റ് കുഡ് ബി ഡെബിറ്റഡ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇതൊരു എക്സ്പെൻസസ് ആണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആയതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇൻഷുറൻസ് പ്രീമിയം. അപ്പം നമ്മൾ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏത് വർഷത്തെയാണ്, 2016-17 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ 1/4 എന്ത് ചെയ്യണം, 1,200ൻ്റെ 1/4 കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം നമ്മൾ 2016-17 ഫിനാൻഷ്യൽ ഇയറിൽ കാണിക്കേണ്ടത്. അപ്പോൾ 1,200ൽ നിന്ന് 300 കുറയ്ക്കുമ്പോൾ എത്രയാണ്, 900 ആണ് നമുക്ക് ഏത് വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരേണ്ടത്, 16-17 നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം 2016 ജൂലൈ 1 തൊട്ട് July 1 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് 2017 മാർച്ച് മാസം അവസാനമായിരിക്കും. അപ്പം നമ്മൾ ആ ഇയർ പറയുന്നത് എങ്ങനെയാണ്, 2016-17 എന്നാണ്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ എങ്ങനെ വരും, 17-18 എന്ന് വരും. അപ്പോൾ അടുത്തത് 18-19 എന്ന് വരും. അപ്പം നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് 16-17 16-17 എങ്ങനെ കാണിക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. 16-17 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 1/4 എടുക്കണം. ടോട്ടൽ പ്രീമിയം എത്രയാണ്, 1,200. 1,200ൻ്റെ 1/4 എത്രയാണ്, 300 നമ്മൾ എത്രയാണ്, 1,200ൽ നിന്ന് കുറച്ച് 900 നമ്മൾ 16-17 ഏതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. അപ്പോൾ അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ.
അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടല്ലേ നമ്മൾ കാണിക്കുന്നത്. ടോട്ടൽ എമൗണ്ട് നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിലും 1200 രൂപ നമുക്ക് ഇൻഷുറൻസ് പ്രീമിയം ആയെങ്കിലും നമ്മൾ എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ഓരോ വർഷവും ഓരോ വർഷത്തെ ഫിനാൻഷ്യൽ ഇയറിലും അത് കാണിക്കണം. 1/4 നമ്മൾ എടുത്തു എന്ന് പറയുമ്പോൾ 16-17 പ്രിപ്പയർ ചെയ്യുമ്പോൾ 1/4 നമ്മൾ കൊടുത്തുള്ളൂ. അപ്പോൾ നമുക്ക് 12,200-ന് 300 കുറച്ച് 1/4 എത്രയാണ്? 300 ആണ്. 300 കുറച്ച് 900 ആണ് നമ്മൾ 16-17 കാണിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് 95. അനദർ എക്സാമ്പിൾ ഫോർ നീഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്. വേറൊരു എക്സാമ്പിളാണ്. ദ സാലറി ഫോർ ദ മന്ത് ഓഫ് മാർച്ച് 2017 വെയർ പെയ്ഡ് ഓൺ April 7, 2017. അപ്പം സാലറി മാർച്ച് മാസത്തെ സാലറി നമ്മൾ കൊടുത്തത് ഏപ്രിൽ മാസമാണ്. ദിസ് മീൻസ് ദാറ്റ് ദ സാലറി അക്കൗണ്ട് ഓഫ് 2016-17 ഡസ് നോട്ട് ഇൻക്ലൂഡഡ് ദ സാലറി ഓഫ് ദി മന്ത് ഓഫ് മാർച്ച് 17. അപ്പോൾ അവിടെ എന്താണ് 2016-17 ഫിനാൻഷ്യൽ ഇയർ അക്കൗണ്ടിൽ സാലറി അക്കൗണ്ടിൽ മാർച്ച് മാസത്തെ സാലറി എന്ത് ചെയ്തിട്ടില്ല? ഡസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ എന്താണ് മാർച്ച് മാസത്തെ സാലറി കാണിച്ചിട്ടില്ല. സച്ച് അൺപെയ്ഡ് സാലറി ആർ ടേംഡ് ആസ് സാലറി ഔട്ട്സ്റ്റാൻഡിങ്. അപ്പം അങ്ങനെ കൊടുക്കാതിരിക്കുന്ന സാലറിയെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്നാണ് പറയുന്നത്. വിച്ച് ഹാവ് ബീൻ ബ്രോട്ടഡ് ഇൻ ടു ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ആൻഡ് ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു ദ P&L അക്കൗണ്ട്. അപ്പം നമ്മളിത് ബുക്കിൽ കാണിക്കുന്ന എവിടെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഒക്കെ കാണിക്കുന്നത്. അക്കൗണ്ട് എലോങ് വിത്ത് ദ സാലറി ഓൾറെഡി പെയ്ഡ് ഫോർ ദ നെക്സ്റ്റ് മന്ത് April 2016 അപ് ടു February 2017. അപ്പം നമുക്കിവിടെ പറയേണ്ടത് ഔട്ട്സ്റ്റാൻഡിങ് സാലറിയെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി? ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് തന്നെയാണ്. കമ്പനിയുടെ ഒരു ലൈബിലിറ്റി പോലെയാണ് ഈ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയുന്നത്. കൊടുക്കാനുണ്ട്, പക്ഷെ കൊടുത്തിട്ടില്ല. മാർച്ച് മാസത്തിലെ സാലറി എന്ത് ചെയ്തില്ല? ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. രാഹുൽ എന്ന് പറയുന്ന ഒരാൾ നമ്മളെ ഫേമിലെ ഒരു എംപ്ലോയി ആണ്. അപ്പോൾ പുള്ളിക്ക് മാസം 10,000 രൂപ സാലറി ഉണ്ട്. ഒരു വർഷം 1,20,000 രൂപ സാലറി ഉണ്ട്. മാർച്ച് മാസം പുള്ളി ജോലി ചെയ്തു, പക്ഷെ നമ്മൾ എന്ത് ചെയ്തില്ല? സാലറി കൊടുത്തില്ല. അപ്പം 10,000 രൂപ പുള്ളിക്ക് ഒരു വർഷത്തെ നമ്മൾ എൻട്രി ചെയ്ത് നമ്മൾ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് എഴുതി എമൗണ്ട് കോളത്തിൽ 1,20,000 രൂപ വെച്ചാണ് കാണിക്കുന്നത്. പക്ഷെ മാർച്ച് മാസം എന്ത് ചെയ്തില്ല? സാലറി കൊടുത്തില്ല. അപ്പോൾ എത്ര കാണിക്കണം? 1,10,000 രൂപയാണ് നമ്മൾ ക്യാഷ് ബേസിസിൽ കാണിക്കേണ്ടത്. അക്രൂവൽ ബേസിസിലാണെങ്കിൽ നമ്മൾ ഫുൾ എമൗണ്ടും കാണിക്കും. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ ഒരു അഡ്ജസ്റ്റിംഗ് എൻട്രി അവിടെ വരുന്നുണ്ട്. എങ്ങനെയാണ് അഡ്ജസ്റ്റിംഗ് എൻട്രി വരുന്നത്? 10,000 രൂപയിലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് പറയുന്നത് സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി എക്സ്പെൻസസ്. എമൗണ്ട് എത്ര കാണിക്കും? 10,000 രൂപ കാണിക്കും. അക്രൂവൽ ബേസിസ് പ്രകാരം ഒരു വർഷത്തെ എക്സ്പെൻസസ് ആ വർഷം തന്നെ ട്രീറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. എങ്കിലേ നമുക്കൊരു ആക്ച്വൽ നെറ്റ് പ്രോഫിറ്റും നെറ്റ് ലോസും കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുമ്പം അക്രൂവൽ ബേസിസിലുള്ള ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുമ്പം സാലറി എവിടെ വരും? ഡെബിറ്റ് സൈഡിൽ വരും. ഡെബിറ്റ് സൈഡിൽ നമ്മൾ എത്ര കാണിക്കും? ഒരു എക്സാമ്പിൾ പ്രകാരം 1,10,000 രൂപ ഇന്നർ കോളത്തിൽ കാണിച്ച് ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി 10,000 രൂപയും കൂടെ കാണിച്ച് ഔട്ടർ കോളത്തിൽ 1,20,000 രൂപ കാണിക്കും. പിന്നെ നമ്മൾ എവിടെയാണ് ഈ അഡ്ജസ്റ്റിംഗ് എൻട്രി എടുക്കുന്നത്? ബാലൻസ് ഷീറ്റിലാണ്. ബാലൻസ് ഷീറ്റിൽ ഞാൻ പറഞ്ഞു കമ്പനിക്ക് ഒരു ലൈബിലിറ്റിയാണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞ് 10,000 രൂപയും കാണിക്കും. അപ്പം നമ്മൾ ഈ എക്സാമ്പിൾ വെച്ചിട്ട് ഈ ഒരു ഇത് നോക്കിയാൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് വരുന്ന ഒരു ഐറ്റമാണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി. അത് ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് അക്രൂവൽ ബേസിസിൽ കാണിക്കണമെങ്കിൽ ഫുൾ എമൗണ്ട് കാണിച്ചേ പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അത് നെക്സ്റ്റ് ഇയറിലോട്ട് നമുക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ നമുക്ക് കിട്ടും എന്നുള്ള രീതിയിലാണ് നമ്മളത് ട്രീറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം അതാണ് ഈ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ത് ചെയ്യണം? നമ്മൾ സാലറിയുടെ കൂടെ ആഡ് ചെയ്ത് കാണിക്കും. ഇപ്പോൾ ഒരു PSCക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ വരാറുണ്ട് സാലറി ഔട്ട്സ്റ്റാൻഡിങ് സാലറി. അപ്പോൾ നമുക്കൊരു നെറ്റ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എപ്പോഴും നമ്മൾ ഈ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആഡ് ചെയ്ത് കാണിക്കണം. ആഡ് ചെയ്യുന്ന എമൗണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ആഡ് ചെയ്ത എമൗണ്ടും കൂടെ കാണിച്ചാലേ നമുക്കൊരു ഫെയർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുകയുള്ളൂ. ഇപ്പം ബേസായിട്ട് എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയുന്ന അൺപെയ്ഡ് സാലറിയാണ്. അൺപെയ്ഡ് സാലറി. അപ്പം നമുക്കറിയാം നമ്മളെല്ലാം ഫിനാൻഷ്യൽ ഇയർ എൻഡിലുമാണ് സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പം മാർച്ച് മാസം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലും ആ എമൗണ്ടും കൂടെ കൂട്ടിയാണ് നമ്മൾ ആ വർഷത്തെ
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് 96 ദ പർപ്പസ് ഓഫ് മേക്കിംഗ് വേരിയസ് അഡ്ജസ്റ്റ്മെൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ്. ഇപ്പോൾ എന്തിനാണ് നമ്മൾ അതിൻ്റെ പർപ്പസ് എന്താണെന്നാണ്, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താണെന്നാണ്. എൻഷുർ ദാറ്റ് ദ ഫൈനൽ അക്കൗണ്ട്സ് റിവീൽസ് ദ ട്രൂ പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് ദ ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. ഞാൻ പറഞ്ഞു, നമ്മൾ അഡ്ജസ്റ്റിംഗ് എല്ലാം എടുത്താലേ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. അതായത് അക്രൂവൽ ബേസിസ് പ്രകാരം, നമ്മൾ അക്രൂവൽ ബേസിസ് ആണ് ആദ്യമേ പഠിച്ചത്. അതാണ് ആ വർഷത്തെ എക്സ്പെൻസസ് ഇൻകം ആ വർഷം തന്നെ ട്രീറ്റ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ, ട്രൂ നെറ്റ് പ്രോഫിറ്റും നെറ്റ് ലോസും കിട്ടുകയുള്ളൂ. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്, ബാലൻസ് ഷീറ്റിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ പർപ്പസ് അതാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നതിൻ്റെ പർപ്പസ് നമുക്ക് ട്രൂ ആയിട്ടുള്ള പ്രോഫിറ്റോ ലോസോ ഫിനാൻഷ്യൽ പൊസിഷനോ കിട്ടാൻ വേണ്ടിയാണ്. നെക്സ്റ്റ് 97 വാട്ട് ആർ ദ ഐറ്റംസ് വിച്ച് യൂഷ്വലി നീഡ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ നമുക്കൊരു ഒരു ഫിനാൻഷ്യൽ ഇയറിൽ യൂഷ്വലി വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഏതിലൊക്കെ വരാം. ഫസ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്കിൽ വരാം. നമ്മൾ മുമ്പ് പഠിച്ചു, ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ തന്നിട്ടില്ല, ക്ലോസിംഗ് സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരാം. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഉണ്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഉണ്ട്, അഥവാ അൺപെയ്ഡ് എക്സ്പെൻസസ് ഉണ്ട്. നമ്മൾ നേരത്തെ ഇപ്പോൾ അടുത്ത വർഷം ഇപ്പോൾ 2016-17 എക്സ്പെൻസ് ആയിരിക്കില്ല, 17-18 എക്സ്പെൻസസ് ആയിരിക്കും. പക്ഷെ നമ്മളത് 16-17 തന്നെ കൊടുക്കുവാണ്. അപ്പം അതെന്താണ്, ഒരു പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. അടുത്ത എന്താണ്, അക്രൂവഡ് ഇൻകം. ഞാൻ പറഞ്ഞു, റിസ്ക് കമ്മീഷൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, നമുക്ക് കമ്പനിക്ക് കിട്ടാനുള്ള ഇൻകം ആണ് പക്ഷെ കിട്ടിയിട്ടില്ല, അതാണ് അക്രൂവഡ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പം നമുക്ക് അടുത്ത വർഷം 2017-18 എന്താണ്, ഇപ്പം കറണ്ട് ഇയർ പറയുകയാണെങ്കിൽ 2025-26 കിട്ടാനുള്ള 26-27 കിട്ടേണ്ടത് 25-26 തന്നെ കിട്ടിയെന്ന് വെച്ചോ. അപ്പം അതെന്താണ്, നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയ ഒരു ഇൻകം ആണ്. അതും ഒരു അഡ്ജസ്റ്റിങ്ങിൽ വരുന്നതിന് ഡിപ്രീസിയേഷൻ. അപ്പം ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. തേയ്മാനമാണ്, ഫിക്സഡ് അസറ്റുകൾക്ക് വരുന്ന തേയ്മാനത്തെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ബാഡ് ഡെറ്റ്സ് എന്ന് പറയുന്നത് കിട്ടാക്കടവാണ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, അപ്പം നമുക്ക് കൊടുത്ത ലോണുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കിട്ടില്ല എന്നുള്ളത് നമ്മൾ പ്രൊവിഷൻ വയ്ക്കും. നമ്മൾ കുറച്ച് എമൗണ്ട് നീക്കി വയ്ക്കും. ആ ഡെറ്റുകൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി പ്രൊവിഷൻ വയ്ക്കും. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്, അപ്പോൾ നമുക്ക് ഡെറ്റേഴ്സിന് നമ്മൾ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കണമെങ്കിൽ അതിന് നമ്മൾ കുറച്ച് പ്രൊവിഷനായിട്ട് എമൗണ്ട് മാറ്റി വയ്ക്കും. മാനേജേഴ്സ് കമ്മീഷൻസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലൊക്കെ നമ്മൾ ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്ത് കാണിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം എന്താണ്, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. യൂഷ്വലി ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഇപ്പം ഇതിന് ഓരോന്നിനും ഓരോ ട്രീറ്റ്മെൻറ്റുകളാണ്, ഓരോ ജേണൽ എൻട്രീസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എന്ത് പഠിച്ചു, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിൻ്റെ ജേണൽ എൻട്രി. ഇപ്പോൾ സാലറിയുടെ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഒരു എൻട്രി എഴുതാൻ പഠിച്ചില്ലേ, അഡ്ജസ്റ്റിംഗ് എൻട്രിയാണ് എന്ത്, സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പം ഈ 11 യൂഷ്വലി വരുന്ന 11 അഡ്ജസ്റ്റ്മെൻറ്റ്സുകളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അടുത്തത് 98 ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റിഫ്ലക്റ്റഡ് ടു ദ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് അറ്റ് 2 പ്ലേസ് ടു കംപ്ലീറ്റ് ദ ഡബിൾ എൻട്രീസ്. അപ്പം നമുക്ക് അതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു എൻട്രി തന്നു കഴിഞ്ഞാൽ അത് രണ്ടെടുത്ത് എടുക്കണം. അപ്പം നമ്മളിവിടെ സാലറിയുടെ കേസ് തന്നെ എടുത്തു. സാലറിയുടെ കേസിൽ ഒരു ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഉണ്ടെങ്കിൽ നമ്മളത് രണ്ടെടുത്ത് എടുത്തില്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ സാലറിയുടെ കൂടെ ആഡ് ചെയ്തും കാണിച്ചു, ലൈബിലിറ്റിയിൽ ബാലൻസ് ഷീറ്റിൽ വന്നിട്ട് ലൈബിലിറ്റി സൈഡിൽ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എത്രയാണോ ഔട്ട്സ്റ്റാൻഡിങ് നിൽക്കുന്ന എമൗണ്ടും കാണിച്ചു. അപ്പം ഒരു ഇപ്പോൾ താഴെ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ഉണ്ട്, ക്യാഷ് ഒരു അസറ്റാണ്, ഡെബിറ്റ് ബാലൻസ്. അപ്പം അതിലങ്ങനെ ഓരോന്നിലും നമുക്ക് ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്ത എമൗണ്ടുകൾ എഴുതി ചെയ്യുന്നത്. അതിൽ നമ്മൾ നേരത്തെ ബാലൻസ് ഷീറ്റിൻ്റെ എലമെൻസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുള്ളതാണ്. അസറ്റ്, ക്യാഷിന് അസറ്റ് ബാലൻസ് ആണ്, സോ ഡെബിറ്റ് ചെയ്യും. ബാങ്ക് ഒരു അസറ്റാണ്, സോ അതിനെ ഡെബിറ്റ് ചെയ്യും. എക്സ്പെൻസസ് വന്നു, ഇതൊക്കെ നമ്മൾ എക്സ്പെൻസസിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ലൈബിലിറ്റീസ് ക്രെഡിറ്റ് പോയി, റവന്യൂ ക്രെഡിറ്റ് പോയി. അപ്പോൾ അങ്ങനെ അതാണ് നമ്മൾ ആ ഒരു ടു എന്തായാലും അഡ്ജസ്റ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ 2 സ്ഥലത്ത് എടുക്കും എന്ന് പഠിച്ചോളണം. നെക്സ്റ്റ് 99 ക്ലോസിംഗ് സ്റ്റോക്ക് മീൻസ് ഓൾ ദ സ്റ്റോക്ക് ഓഫ് അൺസോൾഡ് ഗുഡ്സ് ലേയിങ് ഇൻ ദ സ്റ്റോർ അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ്.
ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നമ്മുടെ ഫേമിൽ അൺസോൾഡ് ആയിട്ടിരിക്കുന്ന ഗുഡ്സുകളെ പറയുന്നതാണ് എന്ത്, ക്ലോസിങ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അത് നെക്സ്റ്റ് ഇയർ ചെല്ലുമ്പോൾ അതെന്ത് ചെയ്യും, ഓപ്പണിംഗ് സ്റ്റോക്ക് ആയി മാറും. 100. ദ അഡ്ജസ്റ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഡൺ ബൈ. ക്ലോസിംഗ് സ്റ്റോക്കിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ്? 1. ക്രെഡിറ്റിംഗ് ടു ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലല്ലേ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുന്നത്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ എടുക്കുമെന്ന് നമ്മൾ പഠിച്ചു. ആദ്യം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലെടുക്കും. കറക്റ്റായിട്ട് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലെടുക്കും. പിന്നെ രണ്ടാമത് എവിടെയാണ്? ബൈ ഷോയിങ് ഇറ്റ് ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിക്കും. എവിടെയൊക്കെ കാണിക്കും? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിക്കും. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരേണ്ടത് എവിടെയൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ്. 101. ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ദ ഇയർ becoming the opening stock of the next year and is reflected in the trial balance for the next year. അപ്പോൾ നമുക്ക് പറഞ്ഞതാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയറിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. അത് എന്താണ്? ട്രയൽ ബാലൻസിൽ റിഫ്ലക്റ്റ് ചെയ്യും. 102. സംടൈംസ് ദ ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ആർ അഡ്ജസ്റ്റഡ് ത്രൂ പർച്ചേസ് അക്കൗണ്ട് ആൻഡ് ദീസ് എൻട്രീസ് റെഡ്യൂസസ് ദ എമൗണ്ട് ഇൻ പർച്ചേസ് അക്കൗണ്ട് ഈസ് നോൺ ആസ്. അതായത് ചില സമയത്ത് നമുക്ക് പർച്ചേസിൽ നിന്ന് ഈ എമൗണ്ടുകൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സെയിൽസ് കുറച്ച് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരുന്നുണ്ട്. പർച്ചേസ് ചെയ്യുന്ന നമുക്ക് ആക്ച്വൽ എത്രയാണ് സ്റ്റോക്ക് ഉള്ളത്, ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളത് എന്ന് കണ്ടുപിടിക്കേണ്ടി വരും. പർച്ചേസ് ചെയ്യുന്ന സെയിൽ കുറച്ച് നമ്മൾ എത്രയാണ് ബാക്കി ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളതെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. 103. അഡ്ജസ്റ്റഡ് പർച്ചേസ് ഈസ് ഷോൺ ഓൺ ദ ഡാഷ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഒരു അഡ്ജസ്റ്റഡ് പർച്ചേസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ അഡ്ജസ്റ്റഡ് പർച്ചേസിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്. സോ ഡെബിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. 104. വെൻ ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ആർ അഡ്ജസ്റ്റഡ് ത്രൂ പർച്ചേസ്, ദ ട്രയൽ ബാലൻസ് ഡസ് നോട്ട് ഷോസ് എനി ഓപ്പണിംഗ് ബാലൻസ്. Instead, the closing stock shall appear in the trial balance and also adjusted purchase. In such a situation, the adjustment purchase shall be. അപ്പം നമ്മൾ പഠിച്ചു പർച്ചേസ് നമ്മൾ വരുന്ന ട്രേഡിങ്ങിലായിരിക്കും. അപ്പം വെൻ ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ആർ അഡ്ജസ്റ്റഡ് ത്രൂ പർച്ചേസിൽ നമ്മൾ ഓപ്പണിങ്ങും ക്ലോസിങ്ങും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ദ ട്രയൽ ബാലൻസ് ഡസ് നോട്ട് ഷോസ് എനി. ട്രയൽ ബാലൻസിൽ എന്തില്ല? ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദ ക്ലോസിംഗ് ഷാൽ ബി അപ്പിയർ ഇൻ ദ. ഓപ്പണിംഗ് സ്റ്റോക്ക് തരാതെ എന്ത് ചെയ്തേക്കുക? ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രം തന്നേക്കുവാണ് ട്രയൽ ബാലൻസിന്. ആൻഡ് ആൾസോ അഡ്ജസ്റ്റഡ് ഇൻ പർച്ചേസിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ ഈ അഡ്ജസ്റ്റഡ് പർച്ചേസ് കാണിക്കുന്നത്. നമ്മൾ പഠിച്ചു, നമ്മളൊരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർമാറ്റിൽ തന്നെ ആദ്യം ട്രേഡിംഗ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് വെച്ചാൽ തുടങ്ങുന്നതെന്ന് പഠിച്ചു. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസസ് പർച്ചേസ് എഴുതും. ആദ്യം പർച്ചേസിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പർച്ചേസ്. അപ്പോൾ എവിടെ വരുന്നത്? ഡെബിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം നമ്മൾ പഠിച്ചത് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും അഡ്ജസ്റ്റിംഗ് എൻട്രിയാണ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് പഠിച്ചത്. നമ്മൾ രണ്ട് സൈഡിൽ എന്തായാലും രണ്ട് പാർട്ടിൽ നമ്മൾ എടുക്കുന്നുണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.